ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗ്ര മെട്രോ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ. 5 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. ഇന്ന് നിശബ്ദ പ്രചാരണം. ഇന്ന് സായുധ സേനാ പതാക ദിനം. വിമുക്ത സൈനികരുടെ ആശ്രിതരുടെ ക്ഷേമത്തിനായാണ് ദിനാചരണം. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95%. കേരളത്തിൽ ഇന്നലെ 5217 പേർക്ക് രോഗമുക്തി. ആയുഷ് മരുന്നുകളുടെ കയറ്റുമതി ഊർജിതമാക്കാൻ പ്രോത്സാഹന സമിതി രൂപീകരിക്കും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. ഇന്ന് ജാംഷഡ്പൂർ ATK ബഗാൻ പോരാട്ടം. ആഗ്ര മെട്രോ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കും. ആകെ 29.4 കിലോമീറ്റർ നീളത്തിലുള്ള 2 ഇടനാഴികൾ ഉൾപ്പെടുന്നതാണ് പദ്ധതി. താജ്മഹൽ, ആഗ്ര കോട്ട, സിക്രന്ത എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും. 8379 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 5 ജില്ലകളിൽ നാളെ വോട്ടെടുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലായി 88,26,620 പേർ നാളെ പോളിംഗ് ബൂത്തിലെത്തും. 41,58,341 പുരുഷന്മാരും 46,68,209 സ്ത്രീകളും 70 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട്. ഏറ്റവുമധികം വോട്ടർമാർ തിരുവനന്തപുരം ജില്ലയിലാണ്. 28,38,077. കുറവ് ഇടുക്കിയിൽ 9,04,643. ആദ്യഘട്ടത്തിൽ 24,584 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 5 ജില്ലയിലായി 11,225 പോളിംഗ് സ്റ്റേഷൻ സജ്ജമാക്കി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് തുടങ്ങും. കോവിഡ് ബാധിതർക്കുള്ള പ്രത്യേക തപാൽ വോട്ട് സംവിധാനം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു. 56,122 ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് 10-നും മൂന്നാം ഘട്ടം 14-നുമാണ്. 16-നാണ് വോട്ടെണ്ണൽ. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന 5 ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. ഇന്നലെ പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശമില്ലാതെ സമാപനമായി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൊട്ടിക്കലാശത്തിനും റാലിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കാൻ 16,968 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. ഇന്ന് സായുധ സേനാ പതാക ദിനം. വിമുക്ത സൈനികരുടെ ആശ്രിതരുടെ ക്ഷേമത്തിനായി ധനസമാഹരണത്തിന് വേണ്ടിയാണ് 1949 മുതൽ പതാക ദിനാചരണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാജ്ഭവനിൽ NCC കേഡറ്റുകളിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാകകൾ ഏറ്റുവാങ്ങി. പതാക ദിനവുമായി ബന്ധപ്പെട്ട് സന്ദേശവും ഗവർണർ നൽകി. Every year we raise the Flag Day Fund through the sale of car flags and token flags to provide financial help to the ex-servicemen and their dependents. The Flag Day Fund Committee, chaired by the Chief Minister, has instituted rolling trophies for the districts, institutions and NCC battalions which collect maximum funds through the sale of flags. This mission of Kendriya Sainik Board and Directorate of Sainik Welfare would succeed only if we, the people. ആയുഷ് വിഭാഗത്തിലെ മരുന്നുകളുടെ കയറ്റുമതി ഊർജിതമാക്കാനായി കയറ്റുമതി പ്രോത്സാഹന സമിതി രൂപീകരിക്കാൻ തീരുമാനം. വാണിജ്യ വ്യവസായ മന്ത്രാലയവും ആയുഷ് മന്ത്രാലയവും സംയുക്തമായാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ആയുഷ് മന്ത്രി ശ്രീപദ് നായിക്കും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കയറ്റുമതി ലക്ഷ്യമിട്ട് ഗുണനിലവാരത്തിലും വിലയിലും ശ്രദ്ധ ചെലുത്താനും തീരുമാനമായി. അനധികൃത മനുഷ്യക്കടത്ത് തടയാനായി മനുഷ്യക്കടത്ത് വിരുദ്ധ സമിതികളുടെ എണ്ണം 12-ൽ നിന്നും 34-ആയി വർദ്ധിപ്പിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചു. ഇതിൽ 8 സമിതികൾ വിദർഭയിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ക്രൂരതകൾ തടയുക ലക്ഷ്യമിട്ടാണ് മനുഷ്യക്കടത്ത് വിരുദ്ധ സമിതികൾ രൂപീകരിച്ചിട്ടുള്ളത്. പുതിയ സമിതികൾക്കായി 275 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീർ ജില്ലാ വികസന കൌൺസിൽ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടം ഇന്ന് രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിക്കും. കാശ്മീർ ഡിവിഷനിൽ 48 വനിതകളടക്കം 138 പേർ മത്സരത്തിനിറങ്ങിയപ്പോൾ ജമ്മു ഡിവിഷനിൽ 34 വനിതകളടക്കം 111 പേർ മത്സരരംഗത്തുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. കൊല്ലം മൺറോത്തുരുത്തിൽ മധ്യവയസ്കനെ കുത്തിക്കൊന്നു. മൺറോത്തുരുത്ത് സ്വദേശി മണിലാലാണ് മരിച്ചത്. സംഭവത്തിൽ കിഴക്കേക്കല്ലട പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎം ഇന്ന് കുണ്ടറ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. മൺറോത്തുരുത്ത്, കിഴക്കേക്കല്ലട, പേരയം, കുണ്ടറ, പെരിനാട് എന്നീ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ. ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഹർത്താൽ നടത്തുന്നത്. കേരളത്തിൽ ഇന്നലെ 5217 പേർ രോഗമുക്തി നേടിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. 4777 പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. 28 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 2418 ആയി. 24 മണിക്കൂറിനിടെ 51,893 സാമ്പിളുകൾ പരിശോധിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 9.21 ആണ്. ഫൈസർ ബയോൺടെക് വാക്സിൻ ലോകത്ത് ആദ്യമായി അംഗീകരിച്ച ബ്രിട്ടനിൽ ഏറ്റവും വലിയ വാക്സിനേഷൻ ദൌത്യത്തിന് നാളെ തുടക്കമാകും. ഒരു റിപ്പോർട്ട്. ലോകത്തിൽ ആദ്യമായി ഫൈസർ ബയോൺടെക് വാക്സിൻ അംഗീകരിച്ച രാജ്യമായ ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ വാക്സിനേഷൻ സംരംഭം നാളെ ആരംഭിക്കുന്നു. -70 തണുപ്പിൽ സൂക്ഷിക്കേണ്ട ഈ വാക്സിൻ 2 ഡോസുകളിലായി 3 ആഴ്ച ഇടവിട്ടാണ് നൽകേണ്ടത്. വയോജന കേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്കും അവരെ പരിപാലിക്കുന്നവർക്കുമാണ് ആദ്യം നൽകുക. അത് കഴിഞ്ഞ് 80 വയസ്സിനുമേൽ പ്രായമുള്ളവർക്കും രോഗപ്രതിരോധ ശുശ്രൂഷ രംഗത്തെ മുൻനിരക്കാരായ ആരോഗ്യ പ്രവർത്തകർക്കും പിന്നീട് 75 വയസ്സിനുമേൽ പ്രായമുള്ളവർക്ക്, അങ്ങനെ പ്രായമനുസരിച്ച് 9 വിഭാഗങ്ങളായി തരംതിരിച്ചാണ് വാക്സിൻ നൽകുന്നത്. ഈസ്റ്ററിന് മുമ്പായി എല്ലാവർക്കും വാക്സിൻ നൽകുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 94 വയസ്സുള്ള എലിസബത്ത് രാജ്ഞിക്കും 99 വയസ്സുള്ള ഭർത്താവ് ഫിലിപ്പ് രാജകുമാരനും മുൻഗണനയൊന്നുമില്ലെന്നും 80 വയസ്സിന്മേൽ പ്രായമുള്ളവർക്ക് ലഭ്യമാകുന്ന വേളയിൽ തങ്ങളുടെ ഊഴത്തിനായി അവർക്കും കാത്തിരിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബ്രിട്ടനിൽ നിന്നും എൻ വാസുദേവ്. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 94.37%-ലെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിൽ 42,000-ഓളം പേരാണ് രോഗമുക്തരായത്. നിലവിൽ ചികിത്സയിലുള്ളത് ആകെ രോഗബാധിതരുടെ 4.18%-മാണ്. 1.45% മരണനിരക്ക്. 482 കോവിഡ് മരണങ്ങളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഡൽഹിയിൽ ഇന്നലെ 2706 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. അതോടെ ആകെ രോഗികളുടെ എണ്ണം 5,92,250 ആയി. ഇന്നലെ 4,622 പേർ രോഗമുക്തി നേടി. ആന്ധ്രാപ്രദേശിൽ 1,04,00,000 സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 667 പേരെ കോവിഡ് ബാധിച്ചു. 60,329 പേർ ഇന്നലെ പരിശോധന നടത്തി. 914 പേർ രോഗമുക്തി നേടി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 4,757 പേർക്ക് കോവിഡ് ബാധിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 18,52,266 ആയി. 40 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 47,734 ആയി. മരണനിരക്ക് 2.58%-മാണ്. തമിഴ്നാട്ടിൽ അവസാന വർഷ ബിരുദ ക്ലാസുകൾക്കായി കോളേജുകൾ ഇന്നു മുതൽ തുറക്കും. അതേസമയം ഓൺലൈൻ ക്ലാസുകളും സമാന്തരമായി നടക്കുന്നതിനാൽ ഹാജർ നിബന്ധനയില്ല. ബിരുദാനന്തര ബിരുദ ക്ലാസുകൾ ഈ മാസം 2-ന് ആരംഭിച്ചിരുന്നു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 6,73,00,000 പിന്നിട്ടു. 1,92,00,000-ലധികം പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 4,81,00,000-ലധികം പേർ രോഗമുക്തി നേടി. 15.5 ലക്ഷത്തോളം പേരാണ് ലോകത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അമേരിക്കയിലാണ്. 2020-ലെ സുപ്രധാന സംഭവങ്ങളെക്കുറിച്ച് ആകാശവാണി വാർത്താ വിഭാഗം പ്രത്യേക ചർച്ച നടത്തുന്നു. കോവിഡ് മഹാമാരിയെ നേരിട്ടതാണ് ഈ വർഷത്തെ പ്രധാനപ്പെട്ട വിഷയം. എല്ലാ പ്രതിരോധ മാർഗ്ഗങ്ങളും ശാസ്ത്രീയമായി മുന്നോട്ട് പോകുന്നതായി നിതി ആയോഗ് അംഗവും കോവിഡ് ദൌത്യത്തിന്റെ തലവനുമായ പ്രൊഫസർ VK പോൾ പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അശുതോഷ് അഗ്നിഹോത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘം ഇന്ന് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും നിവാർ ചുഴലിബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തും. ഇന്ന് 2ാം ദിവസമാണ് വിവിധ പ്രദേശങ്ങൾ സംഘം സന്ദർശിക്കുന്നത്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവ FC 3-1 കേരള ബ്ലാസ്റ്റേഴ്സിനെ കീഴടക്കി. മറ്റൊരു മത്സരത്തിൽ മുംബൈ സിറ്റി 2 ഗോളിന് ഒഡീഷയെ കീഴടക്കി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജാംഷഡ്പൂർ ATK ബഗാനെ നേരിടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഗ്ര മെട്രോ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ. 5 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. ഇന്ന് നിശബ്ദ പ്രചാരണം. ഇന്ന് സായുധ സേനാ പതാക ദിനം. വിമുക്ത സൈനികരുടെ ആശ്രിതരുടെ ക്ഷേമത്തിനായാണ് ദിനാചരണം. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95%-ലേക്ക്. കേരളത്തിൽ ഇന്നലെ 5217 പേർക്ക് രോഗമുക്തി. ആയുഷ് മരുന്നുകളുടെ കയറ്റുമതി ഊർജിതമാക്കാൻ പ്രോത്സാഹന സമിതി രൂപീകരിക്കും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. ഇന്ന് ജാംഷഡ്പൂർ ATK ബഗാൻ പോരാട്ടം.
വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വാർത്തകൾ ഇനി 10:15. കേരളത്തിൽ ഇന്നലെ 5217 പേർ രോഗമുക്തി നേടിയതായി